ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ മത്സരാർത്ഥിതാവത്തുള്ളൂ. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വരെ അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ ഷാനവാസ് തന്നെ തുടരുകയാണ്. ഷാനവാസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അനിമോളുമായിട്ട് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ബഹുദൂരം മുന്നിലാണ്. 8450 എന്ന കൂറ്റൻ വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. രണ്ടാം പൊസിഷനിൽ അനിമോളാണ് തുടരുന്നത്. അനിമോളിന് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 7409 വോട്ടിന്റെ ബലത്തിൽ രണ്ടാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അനിമോൾ. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്രാളാണ് ഉള്ളത്. ജിസേൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തി അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 7287 വോട്ട് നേടി മൂന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ജിസേൽ. നാലാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു തുടക്കത്തിൽ വളരെ പിന്നിലായിരുന്ന ആര്യൻ ഏഴാം പൊസിഷനിൽ നാലാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 6678 വോട്ട് നേടി നാലാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അഞ്ചാം പൊസിഷനിൽ ബിന്നിയാണ് ഉള്ളത്. ബിന്നി ഇപ്പോൾ ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആര്യനുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6608 വോട്ടിന്റെ ബലത്തിൽ അഞ്ചാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് ബിന്നി സെബാസ്റ്റ്യൻ. ആറാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു ഘട്ടത്തിൽ 8ാം പൊസിഷനിലായിരുന്ന നെവിനായിരുന്നു. ഇപ്പോൾ 6ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. 6002 വോട്ട് നേടി 6ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 7ാം പൊസിഷനിൽ നൂറ ആദില സഖ്യം തന്നെ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ വളരെ മുന്നിലായിരുന്ന 4ാം പൊസിഷനിലുണ്ടായിരുന്ന നൂറ ആദില സഖ്യം പിന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5899 വോട്ടിൻ്റെ ബലത്തിലാണ് 7ാം പൊസിഷനിലുള്ളത്. 8ാം പൊസിഷനിൽ അപ്പാനി ശരത് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇന്നലെ അപ്പാനി ശരത് 9ാം പൊസിഷനിൽ നിന്ന് 8ാം പൊസിഷനിലേക്ക് വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു സേഫ് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5687 വോട്ടിന്റെ ബലത്തിൽ 8ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ്. 9ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. അക്ബർ ഖാൻ ഒരു ഡേഞ്ചർ പൊസിഷനിൽ തന്നെയാണ്. 5650 വോട്ടിന്റെ ബലത്തിലാണ് 9ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 10ാം പൊസിഷനിൽ ശൈത്യ സന്തോഷ് തന്നെയാണ് ഉള്ളത്. 10ാം പൊസിഷൻ ഡേഞ്ചർ പൊസിഷനാണ്. ഇത്തവണ പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ഒരു പൊസിഷനാണ് 10ാം പൊസിഷൻ. കാരണം ശൈത്യ എപ്പോഴും 10ാം പൊസിഷനിൽ തന്നെയാണ്. വളരെയധികം മുന്നേറ്റം ഉണ്ടായിട്ടില്ല. 5340 വോട്ട് മാത്രമാണ് നേടിയിരിക്കുന്നത്. 11ാം പൊസിഷനിൽ RJ ബിൻസിയാണ് ഉള്ളത്. 5254 വോട്ടിൻ്റെ ബലത്തിലാണ് 11ാം പൊസിഷനുള്ളത്. ഈ പൊസിഷൻ ഡേഞ്ചറാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണയമാണ്.